പാകിസ്ഥാനെ ഞെട്ടിച്ച ട്രെയിൻ റാഞ്ചൽ. ബലൂചിസ്ഥാനിൽ സുരക്ഷ ശക്തമാക്കാൻ തയ്യാറാണെന്ന് ചൈന. എന്ത് വില കൊടുത്തും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ചൈന തയ്യാറാവുകയാണ്. ഇതിന് കാരണങ്ങളും നിരവധിയാണ്. പാകിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചലിനെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് അപലപിച്ചു. രാജ്യത്തുടനീളം തീവ്രവാദ വിരുദ്ധ നടപടികൾ നടപ്പിലാക്കുന്നതിനായി ഇസ്ലാമാബാദുമായി കൈകോർക്കാൻ തയ്യാറാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ പാസഞ്ചർ ട്രെയിൻ ഹൈജാക്കിനെ ചൈന അപലപിക്കുകയും രാജ്യത്തെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ്. ഏത് രൂപത്തിലുള്ള ഭീകരതയും ബീജിംഗ് ശക്തമായി എതിർക്കുന്നുവെന്ന് മാവോ പറഞ്ഞു. ഭീകരതയെ ചെറുക്കുന്നതിലും സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തി ഐക്യദാർഢ്യവും സാമൂഹ്യ സ്ഥിരതയും നിലനിർത്തുന്നതിലും ജനങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കുന്നതിലും പാകിസ്ഥാന് ഉറച്ച പിന്തുണ നൽകുന്നത് തുടരുമെന്നും മാവോ കൂട്ടിച്ചേർത്തു. 9 കോച്ചുകളിലായി 425 യാത്രക്കാരുമായി ക്വറ്റയിൽ നിന്ന് പെഷ്വാറിലേക്ക് പോവുകയായിരുന്നു ജാഫർ എക്സ്പ്രസ്. റെയിൽവേ ട്രാക്കുകൾ സ്ഫോടനത്തിൽ തകർത്ത് ട്രെയിൻ നിർത്താൻ നിർബന്ധിച്ചതിന് പിന്നാലെ തീവ്രവാദികൾ ട്രെയിൻ തട്ടിയെടുത്തു. തീവ്രവാദികളുടെ കണക്കനുസരിച്ച് കുറഞ്ഞത് 50 ബന്ദികൾ കൊല്ലപ്പെട്ടു. 2ാം ദിവസവും വിമതരുമായി പോരാട്ടം തുടരുന്നതിനിടെ പാകിസ്ഥാൻ സുരക്ഷാ സേന 190 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. 30 തീവ്രവാദികളെ വധിച്ചു. ബലൂച്ച് തീവ്രവാദികൾ രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് ഈ ഒരു ട്രെയിൻ ഹൈജാക്കിംഗ് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ബെയ്ജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായ ഒരു ആശങ്കയാണ്. പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് ചൈന ആശങ്കാകുലരാണ്. കൂടാതെ $65 ബില്യൺ പദ്ധതിയായ 3000 കിലോമീറ്റർ നീളമുള്ള ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ചൈനീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകളും ഏറെയാണ്. CPEC ബെയ്ജിങ്ങിന് മിഡിൽ ഈസ്റ്റ് വിപണികളിലേക്ക് വില കുറഞ്ഞതും അതുപോലെ വേഗതയേറിയതുമായ റൂട്ടുകളും ദക്ഷിണേഷ്യയിൽ സ്വാധീനവും വാഗ്ദാനം ചെയ്യുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ബലൂച്ച് തീവ്രവാദികൾ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ പോരാടുന്നതിന് പുറമെ മേഖലയിലെ ചൈനീസ് തൊഴിലാളികൾക്കെതിരെ BLA നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാനെ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന CPEC പദ്ധതിയെ BLA പലപ്പോഴും എതിർത്തിട്ടുണ്ട്. വിഭവങ്ങളാൽ സമ്പന്നമായ ബലൂചിസ്ഥാനിൽ പ്രകൃതിവാതകം, കൽക്കരി, ചെമ്പ്, മറ്റ് വിലയേറിയ ധാതുക്കൾ എന്നിവയുണ്ട്. CPEC പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങളും സാമ്പത്തിക വളർച്ചയും വാഗ്ദാനം ചെയ്തിരുന്ന ചൈന പ്രവിശ്യയിലെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതായി BLA ആരോപിക്കുന്നു. ഈ തർക്കത്തിനിടയിൽ കഴിഞ്ഞ മാസം CPEC പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആവർത്തിച്ചുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നേരിടുന്നതിന് ഇന്റലിജൻസ് പങ്കിടലും അതുപോലെ സുരക്ഷാ സഹകരണവും വർദ്ധിപ്പിക്കാൻ ചൈനയും പാകിസ്ഥാനും സമ്മതിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ ബെയ്ജിംഗ് സന്ദർശന വേളയിലാണ് ഈ കരാർ ഒപ്പിട്ടത്. ആ സമയത്ത് സർദാരിയോടൊപ്പം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വി CPEC എതിർക്കുന്ന BLAയും അതുപോലെ മറ്റ് കടുത്ത ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെയും കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ചൈനീസ് മന്ത്രി ക്വിയാൻജൂണുമായി ചർച്ച നടത്തിയിരുന്നു. ചൈന പാകിസ്ഥാനോട് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരികയാണ്. എന്നാൽ ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വന്തം മണ്ണിൽ അനുവദിച്ചാൽ ഉണ്ടാകാവുന്ന ആഭ്യന്തര രാഷ്ട്രീയ തിരിച്ചടി, ഈ ഒരു തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ചൈനയുടെ നിർദ്ദേശം അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. 100 കണക്കിന് യാത്രക്കാരുമായി പോയ പാകിസ്ഥാൻ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് പ്രവിശ്യയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ചൈനയ്ക്ക് മറ്റൊരവസരം കൂടി നൽകിയേക്കാം എന്ന വസ്തുതയും തള്ളാനാവില്ല.